വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന് ബേസ് ചെയ്തിട്ടുണ്ട്. സിലബസ് കറസ്പോണ്ടിങ് ആയിട്ട് ലൈവ് MCQ ഡിസ്കഷൻ ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സിന്റെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ IC എഞ്ചിൻസിനെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയാമെങ്കിൽ ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ ആൻസേഴ്സ് എനിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെപ്റ്റ് വോളിയം ഓഫ് ദ എഞ്ചിൻ മേ ബി റിട്ടൺ ആസ്. അപ്പം ഓപ്ഷൻ എ വോളിയം അറ്റ് എന്താ ബോട്ടം ഡെഡ് സെന്റർ മൈനസ് വോളിയം അറ്റ് ടോപ്പ് ഡെഡ് സെന്റർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സിലിണ്ടർ അറ്റ് ബോട്ടം ഡെഡ് സെന്റർ. ഓപ്ഷൻ സി എന്ന് പറയുന്ന വോളിയം ഓഫ് ബോട്ടം ഡെഡ് സെന്റർ പ്ലസ് വോളിയം ഓഫ് ടോപ്പ് ഡെഡ് സെന്റർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്ന വോളിയം ഓഫ് സിലിണ്ടർ അറ്റ് ടോപ്പ് ഡെഡ് സെന്റർ. ആൻസർ അറിയാവോ? ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വോളിയം അറ്റ് ബോട്ടം ഡെഡ് സെന്റർ മൈനസ് വോളിയം അറ്റ് ടോപ്പ് ഡെഡ് സെന്റർ. ഓക്കെ, അപ്പൊ സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വീപ്പ് ചെയ്യുന്ന വോളിയത്തിനെയാണ് എന്ന് പറയുന്നത് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. നമ്മൾ ഒരു പിസ്റ്റൺ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് വരച്ചു കഴിഞ്ഞാൽ പിസ്റ്റണിന് മാക്സിമം പോകാൻ പറ്റുന്ന ദൂരത്തെ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയാം. പിസ്റ്റണിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം? ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയാം. ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതിന്റെ ഇടയിൽ പിസ്റ്റൺ TDCന്ന് BDCയിലോട്ട് മൂവ് ചെയ്യുന്ന ഈ വോളിയത്തിനെയാണ് നമ്മൾ എന്താ ദാറ്റ് ഈസ് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. അതിനെ VSH വെച്ച് നമ്മൾ എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കംപ്രഷൻ റേഷ്യോ ഓഫ് IC എഞ്ചിൻ ഈസ്. IC എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എന്തെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ അറിയാമെന്നുള്ളവർക്ക് പറയാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ദ ഇസ് കംപ്രഷൻ ചേമ്പർ ഫ്രം ഇസ് ലാർജസ്റ്റ് കപ്പാസിറ്റി ടു ഇസ് സ്മോളസ്റ്റ് കപ്പാസിറ്റി. ഓപ്ഷൻ ബി ദ റേഷ്യോ ഓഫ് ക്ലിയറൻസ് വോളിയം അവൈലബിൾ ഇൻ ദ കംപ്രഷൻ ചേമ്പർ. ഓപ്ഷൻ സി ദ റേഷ്യോ ഓഫ് പ്രഷർ ആഫ്റ്റർ കംപ്രഷൻ ടു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെപ്റ്റ് വോളിയം ഓഫ് ദ എഞ്ചിൻ മേ ബി റിട്ടൺ ആസ്. സെപ്റ്റ് വോളിയം എന്തെന്നാണ് ചോദ്യം. അപ്പം അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വോളിയം അറ്റ് BDC മൈനസ് വോളിയം അറ്റ് TDC. ഓക്കെ, സെപ്റ്റ് വോളിയം എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് ഡെഡ് സെന്ററിനും ബോട്ടം ഡെഡ് സെന്ററിന്റെ ഇടയിലെ വോളിയത്തിനെയാണ് എന്ന് പറയുന്നത് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ടോപ്പ് ഡെഡ് സെന്ററിന് മുകളിലോട്ടുള്ള വോളിയം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ക്ലിയറൻസ് വോളിയം പ്ലസ് സെപ്റ്റ് വോളിയം ആയിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ ഹരികൃഷ്ണൻ? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, കംപ്രഷൻ റേഷ്യോ ഓഫ് IC എഞ്ചിൻ അതിന്റെ ആൻസർ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഓപ്ഷൻ സി വായിക്കുകയാണ്. ബി വരെ വായിച്ചിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് പ്രഷർ ആഫ്റ്റർ കംപ്രഷൻ ദ പ്രഷർ ബിഫോർ കംപ്രഷൻ. ദ റേഷ്യോ ഓഫ് പ്രഷർ ബിഫോർ കംപ്രഷൻ ടു പ്രഷർ ആഫ്റ്റർ കംപ്രഷൻ. അറിയാവോ? നിശാന്ത് കറക്റ്റ് ആയിട്ട് ആൻസർ ഒക്കെ പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അപ്പൊ നമ്മളെ കംപ്രഷൻ റേഷ്യോ എന്ന ടേം പഠിച്ചിട്ടുണ്ട്. ആറ് വെച്ചാണ് എന്താ ഡിനോട്ട് ചെയ്യുന്നത്. കംപ്രഷൻ റേഷ്യോ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം ആണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ആ പിസ്റ്റൺ സിലിണ്ടറിന്റെ മാക്സിമം വോളിയം ആണ് ടോട്ടൽ വോളിയം. മാക്സിമം വോളിയം ടു അതിന്റെ സ്മോളസ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് അതിന്റെ മിനിമം വോളിയം ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ? അപ്പൊ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഇത്രയും വോളിയമാണ് എന്താ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. അതാണ് ടോട്ടൽ വോളിയം. അതാണ് അതിന്റെ മാക്സിമം വോളിയം. മിനിമം വോളിയം എപ്പോഴും എന്തായിരിക്കും? ക്ലിയറൻസ് വോളിയം ആയിരിക്കും. അപ്പം മാക്സിമം വോളിയം ടു മിനിമം വോളിയം എന്ന് നമുക്ക് എന്താ ഓപ്ഷനിൽ
തരാം, തെറ്റിപ്പോവരുത്, ഒന്ന് ഓർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയത്തിന് നമുക്ക് എന്ത് പറയാം, അതായത് കംപ്രഷൻ റേഷ്യോ എന്ന് പറയാം. അപ്പൊ ക്ലിയറൻസ് വോളിയം എലോൺ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയത്തിന്റെ റേഷ്യോ ആണ്. അപ്പൊ അത് ഒരിക്കലും എന്താ കംപ്രഷൻ റേഷ്യോ അല്ല. പ്രഷർ റേഷ്യോ ഒരിക്കലും എന്തല്ല കംപ്രഷൻ റേഷ്യോ അല്ല. ഓക്കെ, അപ്പൊ പ്രഷർ റേഷ്യോ ഓപ്ഷൻ ഡി എന്ന് വെച്ചാൽ പ്രഷർ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ്. അതും ഒരിക്കലും എന്ത് ആവത്തില്ല, കംപ്രഷൻ റേഷ്യോ ആവത്തില്ല. അപ്പൊ ഈ പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, തെർമൽ എഫിഷ്യൻസി ഓഫ് ദ ഡീസൽ സൈക്കിൾ ഈസ്. തെർമൽ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. റെഡ്യൂസ് അറ്റ് എ ഹൈ കംപ്രഷൻ റേഷ്യോ ഫോർ ദ സെയിം കട്ട് ഓഫ് റേഷ്യോ ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി റേഷ്യോ. അടുത്ത ഓപ്ഷൻ ബി, ഇൻഡിപെൻഡന്റ് ഓഫ് വേരിയേഷൻ ഓഫ് കട്ട് ഓഫ് റേഷ്യോ ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി റേഷ്യോ. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് അറ്റ് എ ഹയർ കട്ട് ഓഫ് റേഷ്യോ ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി റേഷ്യോ. ഓപ്ഷൻ ഡി, റെഡ്യൂസ് അറ്റ് എ ഹൈ ഹീറ്റ് കപ്പാസിറ്റി റേഷ്യോ ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് കട്ട് ഓഫ് റേഷ്യോ. അറിയാവോ? ഓപ്ഷൻ വൈസിന്റെ ഏതെങ്കിലും ഓപ്ഷൻ. നമ്മളെ തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ, ഡീസൽ സൈക്കിളിന്റെ തെർമൽ എഫിഷ്യൻസി ആണ് ചോദിച്ചു ചെയ്യുന്നത്. അപ്പൊ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് 1 മൈനസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി അദ്വൈത് നിഷാന്ത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് പറയാം, ദാറ്റ് ഈസ് ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 മൈനസ് 1 ബൈ r raised to gamma minus 1 into rho raised to gamma minus 1 divided by gamma into rho minus 1 എന്നാണ് നമ്മുടെ ഡീസൽ എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ ഫോർമുല എന്ന് പറയുന്നത്. ഈ റോ ആണ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കട്ട് ഓഫ് റേഷ്യോ. റോ ആണ് കട്ട് ഓഫ് റേഷ്യോ. അപ്പോൾ ഓപ്ഷൻ സി നോക്കി കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് അറ്റ് ഹയർ കട്ട് ഓഫ് റേഷ്യോ എന്ന് വെച്ചാൽ കട്ട് ഓഫ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ റോ കൂടിക്കഴിഞ്ഞാൽ ഫോർ സെയിം കംപ്രഷൻ റേഷ്യോയും ഹീറ്റ് കപ്പാസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഗാമയും. ഓക്കെ, ആറും അതുപോലെ ഗാമയും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ കട്ട് ഓഫ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ ആണോ? മനസ്സിലായോ? ഈ കട്ട് ഓഫ് റേഷ്യോ റോയാണ് നമ്മൾ V3/V2 എന്ന് പറയുന്നത്. അത് വോളിയത്തിന്റെ ഒരു റേഷ്യോ ആണ് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. ഗാമ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് എന്താ സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി റേഷ്യോ എന്നൊക്കെ പറയാം. ദാറ്റ് ഈസ് CP/C. അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. For maximum specific output in an air standard Otto cycle, maximum specific output, വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മാക്സിമം വർക്കാണ്. മാക്സിമം വർക്ക് ഔട്ട്പുട്ടിന് എന്തായിരിക്കണം കണ്ടീഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്ലൂയിഡ്, ഓപ്ഷൻ എ കംപ്ലീറ്റ് അല്ല, എന്നാലും വർക്കിംഗ് ഫ്ലൂയിഡ് ഷുഡ് കംപ്ലീറ്റ് അല്ല. സ്പീഡ് ബി ഹൈ ആയിരിക്കണം, സ്പീഡ് ഹൈ ആയിരിക്കണം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ദ സക്ഷൻ ടെമ്പറേച്ചർ ഷുഡ് ബി ഹൈ. സക്ഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 എന്ന ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ ഓഫ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ ബി ദ ജോമെട്രിക് മീൻ ഓഫ് ദ മിനിമം ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ സൈക്കിൾ. ഓപ്ഷൻ ഡി. ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഇ എന്ന ഓപ്ഷൻ. The temperature of the working fluid at the compression is the arithmetic mean of the minimum and maximum temperature of the cycle. അപ്പം ഓപ്ഷൻ ഡി ആണോ ഓപ്ഷൻ ഇ ആണോ എന്നാണ് സംശയമുള്ളത്. ജോമെട്രിക് മീൻ ആയിരിക്കണോ അതല്ലെങ്കിൽ അരിത്തമാറ്റിക് മീൻ ആയിരിക്കണോ മാക്സിമം വർക്ക് ഔട്ട്പുട്ട് കിട്ടാൻ എന്തായിരിക്കും കണ്ടീഷൻ? ടെമ്പറേച്ചർ ഓഫ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ T2. T1 കംപ്രഷൻ തുടങ്ങുന്നെങ്കിൽ T2 എന്ന് പറയുന്നതാണ് എൻഡ് ഓഫ് ദ കംപ്രഷൻ എന്ന് പറയുന്നത്. ആ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ മാക്സിമം ടെമ്പറേച്ചർ
ടി മാക്സ് എന്ന് പറയുന്നത് നമുക്ക് T3 ആയിട്ട് എടുക്കാം. T1 എന്ന് പറയുന്നത് എന്താ, ടി മിനിമം ആയിട്ട് എടുക്കാം. T1 എന്ന് പറയുന്നത് ടി മിനിമം, അതുപോലെ T3 എന്ന് പറയുന്നത് ടി മാക്സിമം ആണെങ്കിൽ T2 എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് T1 മൾട്ടിപ്ലൈഡ് ബൈ എന്തായിരിക്കണം, T3 ആയിരിക്കണം. അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് T1 T3 ആയിരിക്കണം T2 എന്ന് പറയുന്ന നമ്പേഴ്സ്. ഇതൊന്ന് പഠിച്ചു വയ്ക്കാം. അപ്പൊ ജോമെട്രിക് മീൻ കണ്ടീഷനിലായിരിക്കും. അപ്പൊ ജോമെട്രിക് മീൻ കണ്ടീഷനിലായിരിക്കും ഈ പറയുന്ന മാക്സിമം വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ജോമെട്രിക് മീൻ കണ്ടീഷൻ. geometric mean condition. ശരിയാ, geometric mean condition. Okay. അടുത്തൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റുമോ നോക്കുക. ദ വോളിയം ഓഫ് ചാർജ് ദാറ്റ് ക്യാൻ ബി അവൈലബിൾ ഇൻ ആൻ എഞ്ചിൻ ആഫ്റ്റർ സക്ഷൻ, ദ ക്ലിയറൻസ് വോളിയം ഈസ് 20 cc. ഓക്കെ, അപ്പൊ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ആക്സിൽ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം ഓഫ് ചാർജ് ദാറ്റ് ക്യാൻ ബി അവൈലബിൾ ഇൻ എ എഞ്ചിൻ ആഫ്റ്റർ സക്ഷൻ, സക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വോളിയം, സെപ്റ്റ് വോളിയം, ആക്ച്വൽ വോളിയം. ഓക്കെ, ആക്ച്വൽ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ആക്ച്വൽ വോളിയം ആണ്. വോളിയം ഓഫ് ദ ചാർജ് ദാറ്റ് ക്യാൻ ബി അവൈലബിൾ ഇൻ ദ എഞ്ചിൻ ആഫ്റ്റർ സക്ഷൻ. ഇറ്റ്സ് എ ക്ലിയറൻസ് വോളിയം അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് 20 cc ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് 300 cc ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് 300 cc ആണെന്ന് തന്നിട്ടുണ്ട്. കൺസിഡർ ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ആൻഡ് വോളിമെട്രിക് എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ ആസ് 90% ആൻഡ് 80%. അപ്പൊ നമുക്ക് ഇവിടെ മെക്കാനിക്കൽ എഫിഷ്യൻസി ആണോ ആവശ്യം, വോളിമെട്രിക് എഫിഷ്യൻസി ആണോ ആവശ്യം? വോളിമെട്രിക് എഫിഷ്യൻസി ആണ് ആവശ്യം. ഓക്കെ, കാരണം വോളിയത്തിന്റെ റേഷ്യോ ആണ് എന്താ വോളിമെട്രിക് എഫിഷ്യൻസി തരുന്നത്. ദാറ്റ് ഈസ് ആക്ച്വൽ വോളിയം ബൈ തിയററ്റിക്കൽ വോളിയം. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് 80% തന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ വോളിയം, സെപ്റ്റ് വോളിയം ക്ലിയറൻസ് വോളിയം ഉള്ളതുകൊണ്ട് ടോട്ടൽ വോളിയം നമുക്ക് എന്താ, ദാറ്റ് ഈസ് സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സെപ്റ്റ് വോളിയം 300 ആണ്, 300 പ്ലസ് 20 ദാറ്റ് ഈസ് 320 cc. ഓക്കെ ആണോ? ഇനി വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വൽ വോളിയം ഡിവൈഡ് ബൈ തിയററ്റിക്കൽ വോളിയം. ഈ തിയററ്റിക്കൽ വോളിയം ആണ് നമ്മളെ ടോട്ടൽ വോളിയം കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 80%-നെ പെർസെൻറ്റേജ് മാറ്റണമെങ്കിൽ 80 ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8. അപ്പൊ ഈ ചെറിയ പ്രോബ്ലമാറ്റിക് നമുക്ക് ചോദിക്കാം. അപ്പം ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ആക്ച്വൽ വോളിയം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ തിയററ്റിക്കൽ വോളിയം VT എന്താ, VT കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് ചെയ്താൽ ദാറ്റ് ഈസ് V ആക്ച്വൽ ഡിവൈഡ് ബൈ തിയററ്റിക്കൽ വോളിയം ദാറ്റ് ഈസ് 320 ഈക്വൽ ടു 0.8. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 മൾട്ടിപ്ലൈഡ് ബൈ 320. എത്ര കിട്ടും? ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ കിട്ടിയോ? ദാറ്റ് ഈസ് 256 cc എന്ന് കിട്ടും. അത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. ഇതില് ഈ പറയുന്ന V1 എന്ന് പറയുന്ന അല്ലെങ്കിൽ തിയററ്റിക്കൽ വോളിയം തന്നിട്ടുണ്ട്. അതാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്.
ആക്ച്വൽ വോളിയം കണ്ടുപിടിക്കണം, വോളിയോമെട്രിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ഈ തിയററ്റിക്കൽ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി സെപ്റ്റ് വോളിയം അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട്. മനസ്സിലായോ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം ദ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ വിത്ത് ഫോളോയിങ് ഓപ്പറേഷൻ ഇൻ സീക്വൻസ്. അപ്പൊ ഇത് ഈ സീക്വൻസിലുള്ള ഏത് സൈക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം റിവേഴ്സിബിൾ അഡയാബാറ്റിക് കംപ്രഷൻ. റിവേഴ്സിബിൾ അഡയാബാറ്റിക് കംപ്രഷൻ നമുക്ക് എന്ത് പറയാം, ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് പറയാം. റിവേഴ്സിബിൾ അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലാണ്, ഐസെൻട്രോപിക് ആണല്ലേ. ഐസെൻട്രോപിക് കംപ്രഷൻ. റിവേഴ്സിബിൾ അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്, ഐസെൻട്രോപിക് കംപ്രഷൻ. അതിന് റിവേഴ്സ് അത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ, റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. മൂന്നാമത്തത് റിവേഴ്സിബിൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ, അതിന് നമുക്ക് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് പറയാം. ഫോർത്ത് റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷനും കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷനും ആണെങ്കിൽ അത് ഏത് സൈക്കിൾ ആയിരിക്കും അറിയാവോ? ഓട്ടോ സൈക്കിൾ ആണോ, ഡീസൽ സൈക്കിൾ ആണോ, ഡുവൽ സൈക്കിൾ ആണോ, ബ്രൈറ്റൺ സൈക്കിൾ ആണോ? അതെ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷനും കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷനും ആണെങ്കിൽ അത് ഡീസൽ സൈക്കിൾ ആയി. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. റിവേഴ്സിബിൾ അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നു. ഇനി ഓട്ടോ സൈക്കിൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഓർത്ത് വയ്ക്കാം കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ സൈക്കിൾ ആണ്. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ സൈക്കിൾ. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ സൈക്കിൾ. നേരത്തെ ഡീസൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് അഡിഷൻ, കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് അഡിഷൻ. ശ്രദ്ധിക്കുക, കോൺസ്റ്റന്റ് പ്രഷർ, ഇവിടെ ഹീറ്റ് അഡിഷനും കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആൻഡ് ഹീറ്റ് റിജക്ഷൻ എന്നും പറയാം കേട്ടോ. അതൊന്നും ഓർക്കുക, ഹീറ്റ് അഡിഷൻ ആൻഡ് ഹീറ്റ് റിജക്ഷൻ. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷനും കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷനും ആണ് ഓട്ടോ സൈക്കിളിൽ. ഇനി ഇവിടെ ഡീസൽ സൈക്കിളിൽ വരുമ്പം അവിടെ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ക്യൂ ഇൻ എന്ന് എഴുതുന്നു ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ഞാൻ എന്താ ക്യൂ ഔട്ട് എന്ന്. ഓക്കെ, ഇനി അടുത്ത് ഡുവൽ സൈക്കിൾ എന്ന് പറയുമ്പം അവിടെ ഹീറ്റ് അഡിഷൻ നടക്കുന്നത് പാർഷ്യലി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, പാർഷ്യലി അറ്റ് എന്താ കോൺസ്റ്റന്റ് പ്രഷറുമാണ്. ഓർത്തുക. അപ്പം ഹീറ്റ് അഡിഷൻ ക്യൂ എന്ന ഹീറ്റ് അഡിഷൻ നടക്കുന്നത് പാർഷ്യലി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ആദ്യം കോൺസ്റ്റന്റ് വോളിയം, അത് കഴിഞ്ഞ് എന്താ ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ. പക്ഷെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് ക്യൂ ഔട്ട് എന്ന് പറയുന്നത്, ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഓക്കെ, ഞാനത് ബ്രൈറ്റൺ സൈക്കിളില് ഈ പറയുന്ന ഹീറ്റ് അഡിഷൻ ആൻഡ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഓർക്കുക, ബ്രൈറ്റൺ സൈക്കിൾ അല്ലെങ്കിൽ അതിനെ നമുക്ക് ജൂൾ സൈക്കിൾ എന്നും പറയാം. ഹീറ്റ് അഡിഷൻ ക്യൂ ഇൻ ആൻഡ് ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഡൗട്ട് ഉണ്ടോ? ഇത് മനസ്സിലായോ? അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ആ ഓപ്ഷൻസിന്റെ
ആൻസറും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ ഒരു 4 ക്വസ്റ്റ്യൻ പഠിച്ചതിന് തുല്യമാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതുകൊണ്ടാണ് 1-2 ക്വസ്റ്റ്യൻസ് പ്രോബ്ലമാറ്റിക്സ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന്. ഇൻ ആൻ IC engine having 6 cylinders works on an auto cell. അപ്പൊ 6 സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് സിലിണ്ടർ നമുക്ക് K എന്ന് വിളിക്കാം. നമ്പർ ഓഫ് സിലിണ്ടർ K എന്ന് പറയുന്ന 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് എ ബോർ ഓഫ് 20 സെന്റിമീറ്റർ. ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആണ് എന്താ, ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് എ സ്ട്രോക്ക് ഓഫ് 40 സെന്റിമീറ്റർ. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDC തൊട്ട് BDC വരെയുള്ള, അതിനെ നമുക്ക് L എന്ന് വിളിക്കാം. L is equal to that is 40 സെന്റിമീറ്റർ. അതുപോലെ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട്. that is ക്ലിയറൻസ് വോളിയം equal to 9000 സെന്റിമീറ്റർ ക്യൂബ്. നമുക്ക് കംപ്രഷൻ റേഷ്യോ 6 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കംപ്രഷൻ റേഷ്യോ 6 എന്ന് പറയുന്നത് that is ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. ഈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, that is സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. അപ്പൊ ക്ലിയറൻസ് വോളിയം നമുക്ക് ഇവിടെ ഉണ്ട്. സെപ്റ്റ് വോളിയം മാത്രം കണ്ടുപിടിച്ചാൽ മതി. സെപ്റ്റ് വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, that is ഏരിയ ഇൻറ്റു ലെങ്ത് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാം. that is 5/4 d² ഇൻറ്റു L എന്ന് കണ്ടുപിടിക്കാം. ഇത് ഈ പറയുന്ന പോലെ കുറച്ച് വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പൈയുടെ ടേംസിൽ തന്നെ സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പ്രോബ്ലംസും ഉണ്ട്. that is 5/4 ഇൻറ്റു 20² മൾട്ടിപ്ലൈഡ് ബൈ 40. ഇത് ചെയ്യുന്ന സമയത്ത് that is 12,566.4 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അല്ല, സെന്റിമീറ്റർ ക്യൂബ് ഒരു യൂണിറ്റ് തന്നെ ചെയ്യാം. മീറ്റർ ചെയ്യണമെങ്കിൽ മീറ്റർ ചെയ്യാം, സെന്റിമീറ്റർ ചെയ്യണമെങ്കിൽ സെന്റിമീറ്റർ ചെയ്യാം. സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എല്ലാം കിട്ടി. ഇനി എന്താ, ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. that is equal to ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഒരു സെപ്റ്റ് വോളിയം ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ടോട്ടൽ സെപ്റ്റ് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 6 കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് 6 സിലിണ്ടർ ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് മറന്നുപോലെ 6 സിലിണ്ടർ ആണെങ്കിൽ ഈ പറയുന്ന പോലെ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് that is 6 into 12,566.4. നമുക്കത് 75,398 സെന്റിമീറ്റർ. നമുക്കിതിൽ ഇങ്ങനെ സിമ്പിൾ പ്രോബ്ലം ചോദിക്കാം. സെപ്റ്റ് വോളിയം മാത്രം കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ക്ലിയറൻസ് വോളിയം തന്നിട്ട് കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അങ്ങനെ സിമ്പിൾ പ്രോബ്ലം ഒക്കെ ചോദിക്കാം കേട്ടോ, ഈ ഡാറ്റാസ് എല്ലാം തന്നിട്ട്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് ഓട്ടോമൊബൈലിൽ ഒരുപാട് പേരാണുള്ളത്. പ്രോബ്ലമാറ്റിക് ചോദിക്കുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ സെപ്റ്റ് വോളിയം നമുക്ക് കണ്ടുപിടിച്ചു. സെപ്റ്റ് വോളിയം ഇവിടെ ഉണ്ട്, ക്ലിയറൻസ് വോളിയം ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏകദേശം 9.38 എന്ന ആൻസർ വരും. 9.38. ഓക്കെ, ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് 75,398 പ്ലസ് 9,000 ഡിവൈഡ് ബൈ 9,000. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്താ, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 9.38. അപ്പൊ ഈ കംപ്രഷൻ റേഷ്യോ ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല. റേഷ്യോക്ക് പ്രത്യേകിച്ച് എന്താ യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം ഒക്കെ നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം. 9.38. ഓക്കെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ മനസ്സിലായി. ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ സെപ്റ്റ് വോളിയം തന്നിട്ട് 6 സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ടോട്ടൽ വോളിയം എത്രയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താ ഇതിന്റെ അകത്ത് തന്നെ എന്താ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഓക്കെ എന്ന് ഇടുക. അപ്പൊ എനിക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലെ മാച്ച് ദ ഫോളോയിങ്. ഇതില് ലിസ്റ്റ് 1 ഡീറ്റെയിൽസ് ഓഫ് പ്രോസസ് ഓഫ് എ സൈക്കിളും ലിസ്റ്റ് 2 ഏത് സൈക്കിളും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ 2 ഐസോതെർമലും അതുപോലെ 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ആണെങ്കിൽ അത് ഏത് സൈക്കിൾ ആയിരിക്കും? പറയാൻ പറ്റുമോ? ഇതിൽ ഏത് സൈക്കിൾ ആയിരിക്കും? ലിസ്റ്റ് 2 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും, 4 ആയിരിക്കും, 5 ആയിരിക്കും? കണക്ട് ചെയ്യാൻ പറ്റുമോ? 2 ഐസോതെർമലും, അതെ, അതിനെ നമ്മൾ എന്താ സ്റ്റിർലിംഗ് സൈക്കിൾ എന്നാണ് പറയുന്നത്. സ്റ്റിർലിംഗ് സൈക്കിൾ, അത് കറക്റ്റ് ആണ്. അപ്പോ 5ന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? A ആണ്. 5 എന്ന് പറയുന്ന ലിസ്റ്റ് 2 മാച്ച് ചെയ്യുന്ന ലിസ്റ്റ് 1 എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, അപ്പം സ്റ്റിർലിംഗ് സൈക്കിൾ. പിന്നെ 2 ഐസെൻട്രോപിക് പ്രോസസ് ആൻഡ് 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ഏതായിരിക്കും? 2 ഐസെൻട്രോപിക് പ്രോസസ്സും 2 കോൺസ്റ്റന്റ് വോളിയം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. ബി എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതായിരിക്കും? ഓട്ടോ സൈക്കിൾ ആയിരിക്കും അല്ലേ? ഓട്ടോ സൈക്കിൾ, അതാണ് ബി കറസ്പോണ്ടിങ്. ഓക്കെ, ഇനി അടുത്ത 2 ഐസെൻട്രോപിക് പ്രോസസ്സും 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? 2 ഐസെൻട്രോപിക് പ്രോസസ്സും ജൂൾ സൈക്കിൾ, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് എന്താ? ബ്രേട്ടൺ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ? ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബ്രേട്ടൺ സൈക്കിൾ നമ്മൾ പറഞ്ഞായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ഐസോതെർമൽ പ്രോസസ്സും അതുപോലെ 2 ഐസെൻട്രോപിക് പ്രോസസ്സും ആണെങ്കിൽ അത് ഏതായിരിക്കും? ദാറ്റ് ഈസ് കാർനോട്ട് സൈക്കിൾ അല്ലെ? അപ്പൊ ഇത് ഓർത്തു വയ്ക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം എന്താ ചോദിക്കാം. ഈ മാച്ച് ദ ഫോളോയിങ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 2 ഐസോതെർമലും അതുപോലെ 2 ഐസെൻട്രോപിക് പ്രോസസ്സും നമുക്ക് പറയാം കാർനോട്ട് സൈക്കിൾ. ഇനി ഡീസൽ സൈക്കിൾ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഒരു ഹീറ്റ് അഡിഷൻ, കോൺസ്റ്റന്റ് ഹീറ്റ് അഡിഷൻ പ്രോസസ്സും അതുപോലെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സും ആണ് ഡീസൽ സൈക്കിളിൽ വരുന്നത്. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞ എ കറസ്പോണ്ടിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. ഓപ്ഷൻ ഏതൊരു കറക്റ്റ് ആൻസർ ബി ആയിട്ട് വരും. എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്, സി എന്ന് പറയുന്നത് 2 ആണ്, ഡി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ഇഫ് ബി ഈക്വൽ ടു വോളിയം അറ്റ് ടോപ്പ് ഡെഡ് സെന്റർ. ഓക്കെ, വോളിയം അറ്റ് ബി എന്ന് പറയുന്ന വോളിയം അറ്റ് ടോപ്പ് ഡെഡ് സെന്റർ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ക്ലിയറൻസ് വോളിയം എന്ന് പറയാം അല്ലെ? ആൻഡ് ആർ എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ സെപ്റ്റ് വോളിയത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ബി ഇഫ് വോളിയം അറ്റ് ടി ഡി സി, അതിനെയാണ് എന്താ ബി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് നോക്കാം. വോളിയം അറ്റ് ടോപ്പ് ഡെഡ് സെന്റർ നമുക്ക് എന്താ വിളിക്കാം? ഈസ് ബി. വോളിയം അറ്റ് ടോപ്പ് ഡെഡ് സെന്ററിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ക്ലിയറൻസ് വോളിയം. ഇനി കംപ്രഷൻ റേഷ്യോ ആർ. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം. ഓപ്ഷൻ ഡി വരും. കറക്റ്റ് ആണ് റോജിനി, കറക്റ്റ് ആണ്. അപ്പൊ സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. ആ ക്ലിയറൻസ് വോളിയത്തിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എസ് പ്ലസ് വി ഡിവൈഡ് ബൈ വി. ദാറ്റ് ഈസ് ഈക്വൽ ടു, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വി എസ് ഡിവൈഡ് ബൈ വി പ്ലസ് 1 എന്നാവും. ഈ പ്ലസ് 1 അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് -1 ആവും അല്ലെ? ദാറ്റ് ഈസ് ആർ -1 ഈക്വൽ ടു വി എസ് മൈനസ് വി എന്ന് കിട്ടും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റ് വോളിയത്തിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സെപ്റ്റ് വോളിയം ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ആർ -1 എന്ന് വരും അല്ലെ? നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ ആയിട്ട് ഇത് ചോദിക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നല്ലൊരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
For the same maximum pressure and heat input, the efficiency of power cycles are same maximum pressure and heat input. അല്ലെങ്കിൽ given maximum pressure and heat input, ഏത് സൈക്കിളിന്റെ എഫിഷ്യൻസി ആയിരിക്കും കൂടുതൽ? ഓപ്ഷൻ എ efficiency of DC cycle greater than efficiency of dual cycle greater than efficiency of Otto cycle. Option B, efficiency of dual cycle greater than efficiency of DC cycle greater than efficiency of Otto cycle. Option C, efficiency of Otto cycle greater than efficiency of DC cycle greater than efficiency of dual cycle. Option D, efficiency of Otto cycle greater than efficiency of dual cycle greater than efficiency of DC cycle. Okay. അതെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണെന്താ. അപ്പൊ ഇവിടെ ഓർക്കുക, മാക്സിമം പ്രഷർ ആൻഡ് ഹീറ്റ് ഇൻപുട്ട്. ഹീറ്റ് ഇൻപുട്ട് ആണെങ്കിൽ അവിടെ എഫിഷ്യൻസി ഓഫ് Otto cycle, then efficiency of dual cycle, then efficiency of DC cycle. ഒന്ന് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A 100cc engine has following parameter as 100cc. ക്ലിയറൻസ് വോളിയം ആണോ അല്ലെങ്കിൽ സിലിണ്ടർ വോളിയം? ഓപ്ഷൻ എ സിലിണ്ടർ വോളിയം ആണ്. ഓപ്ഷൻ ബി ക്ലിയറൻസ് വോളിയം ആണ്. ഓപ്ഷൻ സി സെപ്റ്റ് വോളിയം ആണ്. ഓപ്ഷൻ ഡി ഫുൾ ടാങ്ക് കപ്പാസിറ്റി ആണ്. സിലിണ്ടർ വോളിയം ആണോ? അല്ല. ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. സിലിണ്ടർ വോളിയം അല്ല. അത് നേരത്തെ പറഞ്ഞതല്ല. 100cc എന്ന് പറയുന്നത് ഒരു വണ്ടി 100cc ആണെന്ന് പറയുന്നെങ്കിൽ അത് അതിന്റെ സെപ്റ്റ് വോളിയം ആണ്. അതിന്റെ സെപ്റ്റ് വോളിയം ആണ്. ഓർക്കുക, സെപ്റ്റ്. നമുക്ക് എഴുതാം സെപ്റ്റ് വോളിയം ഈക്വൽ ടു, സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, 5/4 d² ഇൻറ്റു എൽ എന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ആ സെപ്റ്റ് വോളിയം ആണെന്താ d². ആ സെപ്റ്റ് വോളിയത്തിനെയാണ് നമ്മളെന്താ 100cc എന്ന് പറയുന്നത്. EDC തൊട്ട് BDC വരെയുള്ള വോളിയം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a 4-stroke cycle, the SA engine crankshaft runs at, crankshaft എത്ര സ്പീഡിലാണ് കറങ്ങുന്നത്? The same speed as the crankshaft, half the speed of the crankshaft, twice the speed of crankshaft, any speed irrespective of the crankshaft speed. ഇതിലേതാണ്? ഓപ്ഷൻ ഡി. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. ക്യാം ഷാഫ്റ്റ് ആണ് ചോദിച്ചത് അല്ലെ. അതിൽ നമുക്കറിയാം സ്പീഡ് ഓഫ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ദ സ്പീഡ് ഓഫ് എന്താണ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് ഡിവൈഡ് ബൈ 2 എന്ന് അല്ലെ. ഓപ്ഷൻ ബി ആണ് എന്താ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ഹയസ്റ്റ് യൂസ്ഫുൾ കംപ്രഷൻ റേഷ്യോ, HUCC അല്ലെ. HUCC ഹയസ്റ്റ് യൂസ്ഫുൾ കംപ്രഷൻ റേഷ്യോ എന്നാണ് ചോദ്യം. The engine can be safely operated. The engine can give maximum thermal efficiency. It's a ratio at which either ratio. The engine can be safely operated. The engine gives maximum thermal efficiency. The engine operate smoothly. Detonation first become audible. ഏതാണ്? Highest useful compression ratio ഏതാണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻജിൻ ഗീവ്സ് മാക്സിമം തെർമൽ എഫിഷ്യൻസി അല്ല. ഓപ്ഷൻ ബി അല്ല. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ്? അതെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹയസ്റ്റ് യൂസ്ഫുൾ കംപ്രഷൻ റേഷ്യോ എന്ന് വെച്ചാൽ ഡിറ്റനേഷൻ ഇല്ലാതെ ആ വെഹിക്കിളിന് ഓടാൻ പറ്റുന്ന ഹയസ്റ്റ് കംപ്രഷൻ റേഷ്യോനെയാണ് എന്ന് പറയുന്നത് ഹയസ്റ്റ് യൂസ്ഫുൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. A fictitious pressure that
it is acted on the piston during the entire power stroke, would produce the same amount of net work as that produced during the actual cycle. അതിനെ കോസി ഇക്വലന്റ് പ്രഷർ എന്നോ ആണോ പറയുന്നത്, മീൻ ഇക്വലന്റ് പ്രഷർ ആണെന്നോ പറയുന്നത്, അത് മീൻ എഫക്റ്റീവ് പ്രഷർ എന്നാണോ, കോസി സ്റ്റാറ്റിക് പ്രഷർ എന്നാണോ പറയുന്നത്? എന്ത് പറയാം? എന്ത് പറയാം? ഏത് ഓപ്ഷനാണ്? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി അല്ലെ? ഓപ്ഷൻ സി ആണ്. അപ്പൊ മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കൽ ഒരു കോൺസ്റ്റന്റ് പ്രഷർ ആണ് ആ സെപ്റ്റോളിയം അല്ലെങ്കിൽ ആ പവർ സ്ട്രോക്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആവറേജ് ഹൈപ്പോത്തറ്റിക്കൽ പ്രഷർ ഡ്യൂറിങ് എന്താ എൻ്റയർ പവർ സ്ട്രോക്ക്. അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട്. മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വർക്ക് നെറ്റ് ഡിവൈഡ് ബൈ സെപ്റ്റോളിയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An IC engine has a bore and stroke of 2 units. Calculate the area to calculate heat loss. Heat loss ചെയ്യുന്ന ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആ, ബോർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? 4π ആണോ, 5π ആണോ, 6π ആണോ, 8π ആണോ? അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത് അല്ലെ, ഇതാണ് നമ്മുടെ സിലിണ്ടർ. അപ്പൊ ഇതിന്റെ ബോറെന്ന് പറയുന്നത് 2 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോക്ക് എന്ന് പറയുന്നത് അതും 2 യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വോൾ ഏരിയ, ഈ വോൾ എന്ന് പറയുന്നത് സിലിണ്ടർ ആണ്. അപ്പൊ സിലിണ്ടർ വോൾ ഏരിയ എന്ന് പറയുന്നത് πdl ആണെന്ന് അറിയാം. ഏരിയ വോൾ എന്ന് പറയുന്നത് ദറ്റ് ഈസ് πdl. ഡിയും എല്ലും 2 ആണെന്ന് അറിയാം. ദറ്റ് ഈസ് π ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദറ്റ് ഈസ് 4π എന്ന് എഴുതാം. 4π. ഓക്കെ, ഇനി പിസ്റ്റൺ ക്രൗൺ ഏരിയ. ഈ ക്രൗൺ എന്ന് പറയുന്നത് പിസ്റ്റന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. ആ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് π/4 d² എന്നറിയാം അല്ലെ. π/4 d² ആണ് ഈ ഏരിയ. അപ്പൊ അവിടുത്തെ ഹെഡിലെ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പിസ്റ്റൺ ക്രൗൺ ഏരിയ, ഈ പറഞ്ഞ സിലിണ്ടർ ഹെഡിലെ ഏരിയയും അതുപോലെ പിസ്റ്റൺ ക്രൗൺ ഏരിയ. പിസ്റ്റന്റെ ഇപ്പൊ ഇവിടെ ഇതിന്റെ അകത്ത് പിസ്റ്റൺ ഉണ്ടല്ലേ, പിസ്റ്റന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിസ്റ്റന്റെ മുകളിൽ നിന്നും ഹീറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏരിയ ഓഫ് പിസ്റ്റൺ എന്ന് പറയുന്നത് πd² ഡിവൈഡ് ബൈ 4. പിസ്റ്റണും ഉണ്ട് അതേപോലെ സിലിണ്ടർ ഹെഡും ഉണ്ട്. പിസ്റ്റന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും π/4 d² തന്നെയാണ്. അപ്പം ഡി എന്ന് പറയുന്നത് 2 കൊടുക്കുന്ന സമയത്ത് ദറ്റ് ഈസ് π ഇൻറ്റു 2² 2² ഡിവൈഡ് ബൈ 4. π എന്ന് തന്നെ ആൻസർ കിട്ടും. ആൻസർ എന്ത് π എന്ന്. അതുപോലെ തന്നെ ഇപ്പൊ ഏരിയ പിസ്റ്റന്റെ മുകളിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് π ആണ്. അതുപോലെ സിലിണ്ടറിന്റെ മുകളിലും ഇതേ ക്രോസ് സെക്ഷൻ തന്നെയാണ്, π/4 d² തന്നെയാണ്. അപ്പം ഏരിയ ഓഫ് സിലിണ്ടർ ഹെഡിന് ഞാൻ CH എന്ന് തരും. സിലിണ്ടർ ഹെഡ് H എന്ന് മാത്രമാണ്. ഹെഡ് ഏരിയ ഓഫ് ഹെഡ് എന്ന് പറയുന്ന H എന്നല്ല. അത് നമുക്ക് ഈ പറയുന്ന സെയിം ആൻസർ തന്നെ കിട്ടും, π എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ പോരെ. നിഷാന്ത് കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ ഈ മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4π 5 പ്ലസ് π 5π പ്ലസ് π 6π എന്ന് വരും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഈക്വൽ ടു 4π പ്ലസ് π പ്ലസ് π. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6π എന്ന് വരും. ഓപ്ഷൻ സി ആണെന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ പറയാൻ പറ്റുമോ നോക്കാം. In a two-stroke cycle engine, the operation, namely suction, compression, expansion, and exhaust, are complete in the number of revolution of the crankshaft equal to. ഇവിടെ ഓർത്തു വയ്ക്കേണ്ടത് ഇതിന്റെ ആൻസർ അറിയാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ഒരു ടു സ്ട്രോക്ക് എഞ്ചിനില് ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു റെവല്യൂഷനിൽ തന്നെ സെക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എല്ലാം നടക്കും. അപ്പം അതിന് വെച്ചാൽ ഒരു റെവല്യൂഷനിൽ ഒരു പവർ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ സെക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എല്ലാം കിട്ടണമെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയാം. അപ്പോൾ ഒറ്റ റെവല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടു സ്ട്രോക്ക് ആണെങ്കിൽ ആ റെവല്യൂഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ എഴുതിത്തരാം. ക്രാങ്ക് ഷാഫ്റ്റിന്റെ റെവല്യൂഷൻ ആണ് 4 സ്ട്രോക്ക് ആണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 റെവല്യൂഷൻ പെർ സൈക്കിൾ ആണ്. ഇനി ടു സ്ട്രോക്ക് ആണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റെവല്യൂഷൻ 1 റെവല്യൂഷൻ പെർ സൈക്കിൾ ആണ്. ഈ 1 റെവല്യൂഷൻ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് പറയാം. ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയാം. ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് 720 ഡിഗ്രി എന്ന് പറയാം. ഇതൊന്നും പുറത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിന് ആൻസർ ഒരുപാട് പേര് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് സ്കാവെഞ്ചിങ് എയർ ഇൻ എ ഡീസൽ എഞ്ചിൻ മീൻസ് എന്താണ്? സ്കാവെഞ്ചിങ് എയർ എന്ന് പറഞ്ഞാൽ എയർ ഈസ് യൂസ്ഡ് ഫോർ കമ്പഷൻ, സെന്റ് അണ്ടർ പ്രഷർ, forced air for cooling the cylinder, burned air containing the products of combustion, air used for forced burn gas out the engine cylinder during the exhaust period. നമുക്കറിയാം സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത് അറിയാം, ഫ്രഷ് എയർ യൂസ് ചെയ്ത് എക്സോസ്റ്റ് ഗ്യാസിനെ എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തോട്ട് കളയുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മോസ്റ്റ് പെർഫെക്റ്റ് മെത്തേഡ് ഓഫ് സ്കാവെഞ്ചിങ് ഏതാണ്? ക്ലോസ് ഫ്ലോ സ്കാവെഞ്ചിങ് ആണോ, യൂണിഫോം സ്കാവെഞ്ചിങ് ആണോ, ലൂപ്പ് സ്കാവെഞ്ചിങ് ആണോ, റിവേഴ്സ് ഫ്ലോ സ്കാവെഞ്ചിങ് ആണോ? യൂണിഫ്ലോ സ്കാവെഞ്ചിങ് ആണ് അല്ലെ? അതെ, ഒരേ ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്ന സ്കാവെഞ്ചിങ്ങിനെയാണ് പറയുന്നത് ദാറ്റ് ഈസ് യൂണിഫ്ലോ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A gasoline engine running in a closed room is dangerous because the exhaust gas mainly contains. നമ്മൾ ഈ പറയുന്ന പോലെ gasoline എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനാണ്. ഇത് ക്ലോസ് റൂമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. ഇത് ഏത് എക്സോസ്റ്റ് ഗ്യാസ് കാരണമാണ്? അതെ, കാർബൺ മോണോക്സൈഡ് ആണ്. കറക്റ്റ്, കാർബൺ മോണോക്സൈഡ്. അടുത്ത ദിവസം, a distributor in spark plug engine performs the function of distributor. ഒരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെന്ന് അറിയാം. ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഓപ്ഷൻ എ, distribute the right quantity of fuel oil to the desired cylinder, distribute the air requirement appropriately, എല്ലാവരും പറയുന്നുണ്ട്, adding additive to the fuel oil, providing the correct firing order in the engine. ഓപ്ഷൻ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഒരു സ്പാർക്ക് പ്ലഗ് എഞ്ചിനിൽ ഡിസ്ട്രിബ്യൂട്ടർ കറക്റ്റ് ആയിട്ട് ഫയറിംഗ് ഓർഡർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ എന്താ ഡിസ്ട്രിബ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്ന എന്താണ്? ഓപ്ഷൻ എ, ടൈം ബിഫോർ ആക്ച്വൽ ഫ്യൂൽ ഇഗ്നീഷൻ ആൻഡ് പമ്പ് പ്ലഞ്ചർ സ്റ്റാർട്ട് ടു pump fuel. Option B, time corresponding to actual ignition. Option C, time corresponding to actual ignition and top dead center. Option D, time taken by the fuel after ignition to reach up to auto ignition temperature. ഏതാണ്? ഓപ്ഷൻ ഡി അല്ലെ? ഇതും
എല്ലാവർക്കും അറിയാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇഗ്നീഷനിൽ കത്താൻ എടുക്കുന്ന താമസം അല്ലെ, ഫ്യുവൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഡിലേ, അതിനെയാണെന്ന് പറയുന്നത് ഇഗ്നീഷൻ ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ ആൻ IC എഞ്ചിൻ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ എബോവ് ആർ കറക്റ്റ്. ഓപ്ഷൻ 1 ഉം 2 ആണ് കറക്റ്റ്, അത് ഓപ്ഷൻ 1 ഉം 3 ആണ് കറക്റ്റ്, ഓപ്ഷൻ 2 ഉം 3 ആണ് കറക്റ്റ്, 1, 2 and 3 ആണ് കറക്റ്റ്. അങ്ങനെയാണെന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യനെ മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കാം. ഇൻ ആൻ IC എഞ്ചിൻ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the ideal air capacity of a two-stroke engine is the mass of air required to concurrently fill the total cylinder volume at inlet temperature and exhaust pressure. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിത്ത് ആൻ ഇൻക്രീസ് ഇൻ എയർ ഫ്യൂൽ റേഷ്യോ ബിയോണ്ട് ദ വാല്യൂ ഫോർ maximum power, there is a fall in power developed and this fall is more with a higher value of air fuel ratio. ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, the volumetric efficiency of the engine depend on the design of the intake and exhaust manifold. ഇതിൽ ഏതാണ് കറക്റ്റ്? ടു ആൻഡ് ത്രീ. അതെ, നമ്മളെ വോളിമെട്രിക് എഫിഷ്യൻസി ഈ പറയുന്ന പോലെ ഇൻടേക്കും അതേപോലെ എക്സോസ്റ്റ് മാനിഫോൾഡും അറേഞ്ച്മെന്റിനെയും അവിടുത്തെ പ്രഷർ ലോസസിനെല്ലാം എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഈ പറയുന്ന 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളെ സോഷ്യോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ 2 എന്ന് പറയുന്നത്. ഒരു എക്സാക്ട് കറക്റ്റ് ആയിട്ടുള്ള എയർ ഫ്യൂൽ റേഷ്യോ ആണെങ്കിൽ നമുക്ക് മാക്സിമം പവർ കിട്ടും. അപ്പൊ ഇത് ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സോഷ്യോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളെ എക്സാക്ട് ആയിട്ടുള്ള എയർ ഫ്യൂൽ റേഷ്യോക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ മാക്സിമം പവർ കിട്ടും. ഇനി എയർ ഫ്യൂൽ റേഷ്യോ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതെന്താ പവർ പിന്നെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലീൻ മിക്സർ റിക്വയർഡ് ഡ്യൂറിങ്. അപ്പൊ അല്ലെങ്കിൽ ലീൻ മിക്സർ ഇൻ ദ ഓട്ടോമൊബൈൽ ഇസ് റിക്വയർഡ് ഡ്യൂറിങ്. ലീൻ മിക്സർ എവിടെയാണ് ആവശ്യം? ലീൻ മിക്സർ ഐഡലിങ്ങിനാണോ, സ്റ്റാർട്ടിങ്ങിനാണോ, ആക്സിലറേറ്റിങ്ങിനാണോ, ക്രൂസിങ്ങിനാണോ? ഓപ്ഷൻ ഡി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്, ക്രൂസിങ്. ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് എന്ത് ടൈപ്പ് മിക്സർ ആണ് ആവശ്യം? റിച്ച് മിക്സർ. ഒന്ന് ഓർപ്പിക്കാം, സ്റ്റാർട്ടിങ്ങിന് റിച്ച് മിക്സർ ആണ് ആവശ്യം. ആക്സിലറേഷനും ഐഡിയലിങ്ങും എന്താണ്, അവിടെയും ഇതേപോലെ റിച്ച് മിക്സർ ആണ് ആവശ്യം. അതെ, അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്രൂസിങ്ങിനാണ് നമുക്ക് ലീൻ മിക്സർ ആവശ്യം. അടുത്ത in the case of petrol engine at സ്റ്റാർട്ടിങ്ങിന്റെ കണ്ടീഷനാണ് സൂചിപ്പിക്കുന്നത്. A rich air fuel ratio is needed, a weak fuel air ratio is needed, a chemically correct fuel air ratio is needed, any fuel ratio will do. ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റിച്ച് എയർ ഫ്യൂൽ റേഷ്യോ ആണ് ആവശ്യം. പെട്രോൾ എഞ്ചിന്റെ സ്റ്റാർട്ടിന് നമുക്ക് എന്താ റിച്ച് എയർ ഫ്യൂൽ റേഷ്യോ ആണ് ആവശ്യം. ഈ കെമിക്കലി കറക്റ്റ് എയർ ഫ്യൂൽ റേഷ്യോ, അതിനെയാണ് നമ്മൾ എന്താ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത്. 14.7:1 എന്ന് പറയുന്ന ആ വാല്യൂ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The knocking tendency in an SA engine reduce with increasing. എന്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് നോക്കിംഗ് ടെൻഡൻസി റെഡ്യൂസ് ചെയ്യുന്നത്? സൂപ്പർ ചാർജർ വെക്കുന്ന സമയത്താണോ, അല്ലെങ്കിൽ വോൾ ടെമ്പറേച്ചർ
ഇൻക്രീസ് ചെയ്യുമ്പോഴാണോ, കംപ്രഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോഴാണോ, എൻജിൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണോ? എസ് എഞ്ചിനിൽ നോക്കിംഗ് ടെൻഡൻസി ഇൻ എസ് എഞ്ചിൻ റെഡ്യൂസ് നോക്കിംഗ് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ നോക്കിംഗ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് എൻജിൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഓപ്ഷൻ ഡി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. എൻജിൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് എസ് എഞ്ചിനിലെ നോക്കിംഗ് റെഡ്യൂസ് ചെയ്യുന്നത്. കംപ്രഷൻ റേഷ്യോ ഇൻക്രീസ് കഴിഞ്ഞാൽ നോക്കിംഗ് കൂടും, ഓൾ ടെമ്പറേച്ചർ ഇൻക്രീസ് കഴിഞ്ഞാൽ നോക്കിംഗ് കൂടും. സൂപ്പർ ചാർജിങ് ആണെങ്കിലും അവിടെ എന്ത് ചെയ്യും? നോക്കിംഗ് കൂടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൂപ്പർ ചാർജിങ് ശരിക്കും പറഞ്ഞാൽ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. പ്രഷറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഏത് കേസിലും നമുക്ക് എന്താണ്? നോക്കിംഗ് കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ ചാർജിങ് ചെയ്യുന്ന സമയത്തും ഓർത്ത് വയ്ക്കുക, പ്രഷർ ഇൻക്രീസ് ചെയ്യും, അതുപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ്. പ്രഷർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിംഗ് കൂടെയാണ്. ഓൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, അപ്പോഴും എന്ത് ചെയ്യും? ഇവിടെ നോക്കിംഗ് കൂടും. കംപ്രഷൻ റേഷ്യോയും കൂടുന്ന സമയത്ത് പ്രഷർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, അപ്പോഴും നോക്കിംഗ് ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് എയർ ഫ്യൂൽ റേഷ്യോ ഓഫ് 8 വിൽ ഹാവ്. എയർ ഫ്യൂൽ റേഷ്യോ 8 എന്ന് പറയുമ്പോൾ അതിൽ എന്താണുള്ളത്? കെമിക്കലി കറക്റ്റ് എയർ ആണോ, എക്സസ് ഫ്യൂൽ ആണോ, എക്സസ് എയർ ആണോ, എനി ഓഫ് ദ എബവ് ആണോ? ബി. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എയർ ഫ്യൂൽ റേഷ്യോ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ ബി ആണ്, സി അല്ല. ബി എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂൽ റേഷ്യോ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫ്യൂൽ ആണ്. എയർ ഫ്യൂൽ റേഷ്യോ അല്ലേ? അപ്പം 8 കിലോഗ്രാം എയർ എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? 1 കിലോഗ്രാം. 8 റേഷ്യോ 8 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 8:1 ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 8 കിലോഗ്രാം എയറിന് 1 കിലോഗ്രാം ഫ്യൂവൽ എന്ന് പറയാം. 1 കിലോഗ്രാം ഫ്യൂവൽ എന്ന് പറയാം. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു റിച്ച് അല്ലെങ്കിൽ എന്താ എക്സസ് ഫ്യൂവൽ ഉള്ള റിച്ച് മിക്സർ ആണ്. ഓക്കെ, അത് ഇത് കെമിക്കലി കറക്റ്റ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദറ്റ് ഈസ് കെമിക്കലി കറക്റ്റ് ആയിട്ടുള്ള കമ്പഷൻ ആവശ്യമുള്ള എയർ ഫ്യൂവൽ റേഷ്യോ ആണ്. ദറ്റ് ഈസ് സ്റ്റോഷിയോമെട്രിക് എന്ന് എഴുതരാം. ദറ്റ് ഈസ് സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ 14.7:1. കറക്റ്റ് ആണ്. 14.7:1. അപ്പൊ അതില് ലെസർ ആണെങ്കിൽ അത് റിച്ചർ ഫ്യൂവൽ ആയിരിക്കും, ഗ്രേറ്റർ ആണെങ്കിൽ അത് എന്തായിരിക്കും? ഈ പറയുന്ന പോലെ ലീൻ മിക്സർ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ എക്സസ് ഫ്യൂവൽ എന്നാണ് റിച്ച് മിക്സർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിലേ പീരീഡ് ഓഫ് CA എഞ്ചിൻ ഫ്യൂവൽ ഈസ് അഫക്റ്റഡ് ബൈ. ഡിലേ പീരീഡ് ഈ CA എഞ്ചിനിൽ ഈ പറയുന്ന കട്ടാതാമസം ഉള്ളതിനെയാണ് നമ്മൾ ഡിലേ പീരീഡ് എന്ന് പറയുന്നത്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? പ്രോപ്പർട്ടി ഓഫ് ഫ്യൂവൽ, അറ്റോമൈസേഷൻ ഓഫ് ഫ്യൂവൽ, കംപ്രഷൻ റേഷ്യോ ഓഫ് എഞ്ചിൻ, ഓൾ ഓഫ് ദി എബവ്. CA എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ആണ്. കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ആണ്. അതിനെയാണ് നമ്മൾ എന്താ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പം ഫ്യൂവലിന്റെ പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ അറ്റോമൈസിങ്ങും മിക്സിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ കംപ്രഷൻ റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് സിലിണ്ടർ ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ ഇഞ്ചക്ഷൻ കണ്ടീഷൻ. ഇതെല്ലാം ഈ പറയുന്ന പോലെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. അപ്പം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ കാര്യം സിലിണ്ടർ ടെമ്പറേച്ചറും പ്രഷറുമാണ്. ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ നോക്കിംഗ് ടെൻഡൻസി ഇൻ എ CA എഞ്ചിൻ ഇൻക്രീസ് വിത്ത്. അപ്പൊ CA എഞ്ചിൻ എന്ന് പറയുന്നത് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ, ദാറ്റ് ഈസ് ഡീസൽ എഞ്ചിൻ. നോക്കിംഗ് ടെൻഡൻസി ഇൻ ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ ഡിക്രീസ് ഇൻ കംപ്രഷൻ റേഷ്യോ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആൻ ഇൻക്രീസ് ഇൻ കൂളന്റ് വാട്ടർ ടെമ്പറേച്ചർ. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ആൻ ഇൻക്രീസ് ഓഫ് കംപ്രഷൻ റേഷ്യോ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആൻ ഇൻക്രീസ് ഓഫ് ദി ടെമ്പറേച്ചർ ഓഫ് ഇൻലെറ്റ് എയർ. അതാണ് ആൻസർ.
ഡിഗ്രീസ് ഇവിടെ നോക്കിയാൽ നോക്കിംഗ് ടെൻഡൻസി ഇൻ സി എഞ്ചിൻ ഇൻക്രീസ്, നോക്കിംഗ് ടെൻഡൻസി ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഏതാണ്? അപ്പൊ സി എഞ്ചിൻ നോക്കിൽ ഓർത്ത് വയ്ക്കേണ്ട ഇൻക്രീസ് ഓഫ് എന്താ ടെമ്പറേച്ചർ ഓഫ് ഇൻലെറ്റ് എയർ ആണ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഇൻലെറ്റിലെ എയറിന്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്നത് നോക്കി, അതൊന്ന് ഓർത്ത് വയ്ക്കുക. സ്കാവഞ്ചിങ് പ്രോബ്ലം. The problem of scavenging appear in the case of scavenging ഏതിലാണ് വരുന്നത്? പെട്രോൾ എഞ്ചിനാണോ, ഡീസൽ എഞ്ചിനാണോ, 4 സ്ട്രോക്ക് എഞ്ചിനാണോ, അല്ലെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിനാണോ? എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ്. The problem of scavenging appear in the 2 സ്ട്രോക്ക് എഞ്ചിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Detonation in spark ignition engine is due to early auto ignition of the charge. അപ്പം ഈ ഡിറ്റോണേഷൻ സ്പാർക്ക് ഇഗ്നിഷൻ എസ് എഞ്ചിൻ എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനാണ്. ഈസ് ഡ്യൂ ടു ദ എയർലി ഓട്ടോ ഇഗ്നിഷൻ ഓഫ് ചാർജ് ആണ്. യഥാർത്ഥ കമ്പഷനെ കാട്ടി നേരത്തെ കമ്പഷൻ നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കത്തുന്നത് കൊണ്ടാണ് എന്താ ഡിറ്റോണേഷൻ സംഭവിക്കുന്നത്. അപ്പൊ അത് എവിടെയാണ് ഓട്ടോ ഇഗ്നിഷൻ ചാർജ്? സ്പാർക്ക് പ്ലഗിന്റെ അടുത്താണോ, അല്ലെങ്കിൽ നിയർ ദ എക്സോസ്റ്റ് വാൽവിന്റെ അടുത്താണോ, അല്ലെങ്കിൽ നിയർ ദ സെക്ഷൻ വാൽവ് ആണോ, അതായത് നിയർ ദ കമ്പഷൻ സിലിണ്ടർ വാൾസ് ആണോ? എവിടെയാണ്? ഓപ്ഷൻ ബി നിയർ ദ എക്സോസ്റ്റ് വാൽവ്. ഓപ്ഷൻ ബി അല്ല, കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് നിയർ ദ കമ്പഷൻ സിലിണ്ടർ വോൾസ് ആണ് കറക്റ്റ് ആയിട്ട്. ഈ ഓപ്ഷൻസിൽ കുറച്ചുകൂടെ നിയർ ദ കമ്പഷൻ സിലിണ്ടർ വോൾസ്, ആ വോൾസിൽ നിന്നാണ് ഈ പറയുന്ന പോലെ ഒരു കാർബൺ കാരണം ഉണ്ടാവുന്ന ഒരു ഫ്ലെയിമും അതുപോലെ സ്പാർക്ക് പ്ലഗിന്റെ ഫ്ലെയിമും കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ഡിറ്റണേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നിയർ ദ കമ്പഷൻ സിലിണ്ടർ വോൾസ് ആണ്. സ്പാർക്ക് പ്ലഗിലല്ല, സ്പാർക്ക് പ്ലഗിൽ നമ്മൾ ഈ പറയുന്ന നോർമൽ ഫ്ലെയിം ഫ്രണ്ട് ഉണ്ടാവുന്നു. പിന്നെ കമ്പഷൻ സിലിണ്ടർ വോൾസിലാണ് ഒരു സെക്കൻഡറി ഫ്ലെയിം ഫ്രണ്ട് ഉണ്ടാവുന്നത്. ഈ രണ്ട് ഫ്ലെയിം ഫ്രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ എന്താ ഡിറ്റനേഷൻ സംഭവിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത പിസ്റ്റൺ റിങ്സ് ആർ ജനറലി മെയ്ഡ് ഓഫ് ഫോളോയിങ് മെറ്റീരിയൽ. പിസ്റ്റൺ റിംഗ് ഐസി എഞ്ചിന്റെ ഭാഗത്ത് പിസ്റ്റൺ റിംഗ് ഏത് മെറ്റീരിയൽ ആണ്? കാസ്റ്റ് അയൺ ആണോ, അലുമിനിയം ആണോ, കോപ്പർ ആണോ, കാർബൺ സ്റ്റീൽ ആണോ? ജനറലി മെയ്ഡ് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തന്നെ പറയാം? കാസ്റ്റ് അയൺ പറയാം, കാസ്റ്റ് അയൺ. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. നമ്മൾ ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കി. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ ഇതുപോലെ ലൈവ് സെക്ഷൻസ് നമുക്ക് ഇനിയും കാണും. ഈ പറയുന്ന തെർമൽ ഓരോ സബ്ജക്ട്സിന്റെ ലൈവ് സെക്ഷൻസ് കാണും. ഇതില് 1-2 പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തോളൂ. കൂടുതലും ഈ പറയുന്ന തിയറി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നുണ്ട്. പുതിയ ക്വസ്റ്റ്യൻസും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ കാണുന്നതോറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം കൂടുതൽ ഈസി ആയിരിക്കും. ഓക്കെ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അദ്വൈത് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും പഠിക്കുക. ദേവദത്ത്, അദ്വൈത്, ആന്റണി. അപ്പൊ ഒരുപാട് പേര് ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. ഒരുപാട് പേര് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം അടുത്ത സെക്ഷൻസ് നിങ്ങൾ നന്നായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് വേണോ, അതോ കുറച്ച് ഈ പറയുന്ന തിയറി ആണോ കൂടുതൽ ആവശ്യം? ഈ പറയുന്ന ചോദിക്കുന്ന പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്താൽ നല്ലതായിരിക്കും. അതുകൊണ്ട് 1-2 പ്രോബ്ലംസ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ബോത്ത്. ഓക്കെ.
എയർ ഫ്യൂവൽ റേഷ്യോ 8:1 എന്ന് പറയുമ്പോൾ അത് എക്സസ് ഫ്യൂവൽ ആണ്. നമ്മൾ നോക്കിയതല്ലേ എക്സസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.